ഹലോ, വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. അപ്പോൾ ഫസ്റ്റത്തെ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മളെ വയനാട് പൂപ്പൊലി തുടങ്ങിയിട്ടുണ്ട്. 1-ാം തീയതി മുതൽ, ജനുവരി 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് പൂപ്പൊലി നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ നമ്മളും ഒരുങ്ങിക്കെട്ടിയൊക്കെ പോവുകയാണ്. അപ്പോൾ ഞാനും മോനും ഏട്ടനും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ മീനങ്ങാടി അടുത്താണ് എത്താൻ വേണ്ടിയിട്ട്. അമ്പലവയൽ വഴി പോയാൽ മതി. അമ്പലവയൽ വെച്ചിട്ടാണ് പൂപ്പൊലി നടക്കുന്നത് കേട്ടോ. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് പൂപ്പൊലി നടക്കാറുള്ളത്. ഈ പ്രാവശ്യം 15 ദിവസമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്, എനിക്കതേ പറയാനുള്ളൂ. ഒരു 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്, 30 രൂപ കുട്ടികൾക്കും. പക്ഷേ നിങ്ങൾക്ക് അത് ഉറപ്പായി നഷ്ടമാവില്ല ആ പൈസ നമ്മൾ കൊടുത്ത് പോകുന്നതിനുള്ളത്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പോകാൻ മാക്സിമം രാത്രി പോകാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവുക. പകൽ പോകുമ്പോൾ പൊതുവേ നമുക്കത് കറക്റ്റ് ആ ലൈറ്റൊന്നും ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം പറ്റാവുന്നതും നോക്കിയിട്ട് നിങ്ങൾ രാത്രി തന്നെ പോകാൻ നോക്കുക. ആ ലൈറ്റും സെറ്റപ്പും ഒക്കെ ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് രാത്രി തന്നെയാണ്. അവർ പറ്റുന്ന പോലെ തന്നെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പൂ കൊണ്ടാണെങ്കിലും ലൈറ്റ് കൊണ്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒത്തിരി സ്പോട്ടുകൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുറേ ഈ ഡാലിയ ഈ സംഭവങ്ങൾ റോസ് ഗാർഡൻ അതൊക്കെ അവിടെ കുറേ കാലമായിട്ടുള്ളത് കൊണ്ടും ആ ഒരു മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ടും തന്നെ നല്ല ഭംഗിയാണ്. അതിൽ ഈ ഒരു മയിലിൻ്റെ അങ്ങനെ പീലി വിടർത്തി നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ സെറ്റാക്കാൻ അവരെടുത്തൊരു എഫേർട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ കൊടുത്ത ഒരു സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ശരിക്കും അതിനവരെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ അത് ഇതേപോലെ കൊണ്ട് നടക്കുന്നതും ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ മൊത്തത്തിൽ വീഡിയോസ് ഒന്ന്. അതേപോലെ പറയാനുള്ളൊരു കാര്യം, കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്കധികം റൈഡുകളും സംഭവങ്ങളും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 100 സ്റ്റാളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ സ്റ്റാൾ നിറച്ച് സാധനങ്ങളും ഉണ്ട്. അപ്പം പോയിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിലേക്ക് നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആകും അവിടെ മൊത്തം. അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ പാരൻസ് അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ആരാണെന്ന് വെച്ചാൽ കുറച്ച് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അത്രയും റഷാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെ കൈയൊക്കെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാനവിടെ കയറി ചെന്ന ആ ടൈം തൊട്ടിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 വയസ്സായ കുട്ടി 3 വയസ്സായ കുട്ടി ഇവിടെ കൗണ്ടറിലുണ്ട്, പാരൻസിനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളെ നല്ലൊന്ന് ശ്രദ്ധിക്കണം. നമ്മളെ കൈവിട്ട് പോകാണ്ട് നോക്കണം. എന്താ വെച്ചാൽ റൈഡ്സിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും ഭയങ്കര റഷാണ്. കുട്ടികൾ മൊത്തം ഈ ഓടി കളിച്ച് കിടക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. അത് മാത്രമേ ഒരു സജഷൻ പറയാനുള്ളൂ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ നടക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ വയനാട് ഉള്ളവർക്കറിയാം. അതല്ലാതെ അമ്പലവയൽ ടൗണിനടുത്ത് തന്നെയാണ് ഇത് ഉള്ളത്. അപ്പോൾ അമ്പലവയൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നു പോകാനുള്ള അത്ര ദൂരമേ ഉള്ളൂ. ഇതൊരു 1.5 ഏക്കർ സ്ഥലത്ത് മൊത്തം ഈ നല്ല ഒരു 1000-ലധികം ഫ്ലവേഴ്സിൻ്റെ ഡിസ്പ്ലേ നടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് എല്ലാ ചെടികളുടെ പേരൊന്നും അറിയൊന്നുമില്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ പൂപ്പൊലി തുടങ്ങി കഴിഞ്ഞിട്ടൊരു 9ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്.
കോവിഡിൻ്റെ ടൈമിൽ ഒരു കുറച്ച് കാലം വരെ ഇത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും 2 കൊല്ലം എങ്ങാനുമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ ഒരു ജാനുവരി മാസത്തിൽ നിങ്ങളൊരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അമ്പലവയലിൽ നടക്കുന്ന പൂപ്പൊലി. അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല. എടുക്കട്ടെ. Don't touch.